ഹായ് നമസ്കാരം. അറിവിൻ്റെ പേടകം എന്ന ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് PYQ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഓരോ സെക്ഷനായിട്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ഇങ്ങനെ തീർത്ത് വരികയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ക്ലാസ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറേ ഫാക്ട്സും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടുന്ന രീതിയിലാണ് കണ്ടൻസ് എല്ലാം നമ്മൾ പറയുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ തരുന്ന നോട്ടിഫിക്കേഷൻസ് ആയിക്കോട്ടെ, ഇൻഫോർമേഷൻ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഈ അറിവിൻ്റെ പേടകം എന്ന് പറയുന്നത് എയിം സ്റ്റഡീസ് എന്നൊരു ചാനൽ തന്നെയാണ്. LGSന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ചാനൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിൽ LGSനുള്ള ക്രാഷ് കോഴ്സ് എയിം സ്റ്റഡീസ് ഉണ്ടല്ലോ ആരംഭിച്ചിട്ടുണ്ട്. വെറും 999 രൂപയാണ് പരീക്ഷ വരെ പരിശീലനം. അപ്പോൾ ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും PDF മെറ്റീരിയൽസും മോക്ക് ടെസ്റ്റും മോഡൽ പരീക്ഷയും പേഴ്സണൽ മെൻറ്റർഷിപ്പും നൽകുന്ന വലിയൊരു പാക്കേജ് തന്നെയാണ് ഈ ഒരു ചെറിയ ഫീസിൽ. അപ്പോൾ ഈ ഒരു 999 രൂപയുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും എന്ത് ലഭിക്കും അറിയോ? 25 മോഡൽ പരീക്ഷ പ്ലസ് 25 PYQ എക്സാം പ്ലസ് 25 ലൈവ് ക്ലാസ്, ടോട്ടൽ 50 മോഡൽ പരീക്ഷയും 25 ലൈവ് ക്ലാസ്സും തികച്ചും സൗജന്യമായിട്ട് ലഭിക്കും. നമുക്കിനി വേണ്ട ക്രാഷ് കോഴ്സ് വേണ്ട, നമുക്ക് ഇത് മാത്രം മതിയാണെങ്കിൽ ഇത് മാത്രം വെറും 249 രൂപയ്ക്ക് ഈ ഫുൾ കണ്ടത് 50 മോഡൽ പരീക്ഷകളും 25 ലൈവ് ക്ലാസ്സും തികച്ചും 50 മോഡൽ പരീക്ഷ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും 25 ലൈവ് ക്ലാസ് സൗജന്യം എന്ന രീതിയിലാണ് നമ്മൾ നൽകുന്നത് കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എയിംസിൻ്റെ ഒഫീഷ്യൽ നമ്പറായ 9446537080 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഈ ക്ലാസ്സിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലഗ്രാമിൻ്റെയും ഫ്രീ ഗ്രൂപ്പിൻ്റെയൊക്കെ ലിങ്ക് ഇടുന്നുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് PDF-ഉം കറണ്ട് അഫയേഴ്സും മോക്ക് ടെസ്റ്റും മോഡൽ പരീക്ഷകളെല്ലാം തന്നെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മക്കളെ പെട്ടെന്ന് നിങ്ങളുടെ ആൻസർ ചെയ്ത് പോവുകയാണ് കേട്ടോ. ആദ്യത്തെ ചോദ്യം നോക്കിയേ, ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ് എന്ന് പറയുന്നു. അതവിടെ ശരിയാണ്. മൗലിക അവകാശങ്ങൾ എത്രണ്ണമുണ്ട്? 6 എണ്ണമുണ്ട് അല്ലേ? അതും ശരിയാണ്. ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് എന്ന് പറയുന്നു. ശരിയാണോ? അല്ല അല്ലേ? ആരാണ് എഴുതി തയ്യാറാക്കിയത്? നെഹ്റു ആണ് കേട്ടോ. ജവഹർലാൽ നെഹ്റു ആണ്. ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടെ എന്ന് പറയുന്നു. അത് അവിടെ ശരിയാണ് അല്ലെ? അതും ശരിയാണ്. അപ്പൊ ഏതാണ് ഓപ്ഷൻ 1, 2, 4? ഓപ്ഷൻ B ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. ഭരണഘടന എന്ന ആശയം കടമെടുത്ത് ബ്രിട്ടനാണ്. ലിഖിത ഭരണഘടന എന്ന ആശയം അമേരിക്കയാണ് അല്ലെ? ആമുഖം ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിരുന്നു ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയം എത്രയാണ്? 2 വർഷം 11 മാസം 18 ദിവസമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഭരണഘടന നിയമദിനമായിട്ട് അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതി നിലവിൽ വന്ന് 1949 നവംബർ മാസം 26-ാം തീയതിയാണ് കേട്ടോ നിയമദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. എപ്പോഴാണ്? നവംബർ 26-നാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നതിൽ ഏതവകാശത്തെയാണ്? ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. എത്രയാണ് ആർട്ടിക്കിൾ 32 ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നും കൂടി അറിയപ്പെടുന്നു. ഹൃദയവും ആത്മാവും എന്ന് താക്കൂർ ദാസ് വിശേഷിപ്പിച്ചത് എന്തിനെയായിരുന്നു? ആമുഖത്തെയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? 1949 നവംബർ മാസം 26-ാം തീയതി അല്ലെ നിയമദിനമായിട്ട് ആചരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് 1950 ജനുവരി മാസം 24 എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 284 അംഗങ്ങൾ. എത്രയാണ്? 284 അംഗങ്ങളായിരുന്നു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 അനുച്ഛേദമായിരുന്നു. എത്രയാണ്? 395 അനുച്ഛേദം, 8 പട്ടിക, 22 ഭാഗമായിരുന്നു. എപ്പോഴാണ്? എത്രയാണ്? 395 അല്ലെ അനുച്ഛേദങ്ങളും 8 പട്ടികയും 22 ഭാഗങ്ങളാണ്. ഇപ്പോഴാണെങ്കിലോ 470 അനുച്ഛേദം
അനുച്ഛേദം എത്രയാണ്? 470 അനുച്ഛേദം 12 പട്ടിക 25 ഭാഗമാണ് ഇപ്പോഴുള്ളത്. ക്ലിയർ ആണോ? ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ച വർഷമാണ് 1947 ജൂലൈ 22-ാം തീയതിയാണ്. എത്രയാണ്? ദേശീയ പതാക അല്ലെ 2002-ലാണ് ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത്. ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22-ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും അംഗീകരിച്ചത് 1950 ജനുവരി മാസം 24-ാം തീയതിയാണ്. എപ്പോഴാണ്? ജനുവരി മാസം 24-ാം തീയതിയാണ്. ദേശീയ മുദ്രയെ അംഗീകരിച്ചത് 1950 ജനുവരി 26-നുമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഭരണഘടനാ ബന്ധമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ദേശീയ കലണ്ടറെ അംഗീകരിച്ചത് 1957 മാർച്ച് 22-നായിരുന്നു. എപ്പോഴാ കലണ്ടറെ അംഗീകരിച്ചതുമെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ദെൻ അടുത്ത ചോദ്യം, നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മഹാത്മാഗാന്ധി അല്ലെ ഉൾപ്പെടുത്തി. ഭാഗം 4-ലാണ്. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടമെടുത്ത് എവിടെ നിന്നാണ്? അയർലാൻഡ് ആണ്. എവിടെയാണ് മക്കളെ? അയർലാൻഡിൽ നിന്നാണ് കടമെടുത്ത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത് എന്നാണ്? 1951-ലാണ്. എപ്പോഴാണ് ഭരണഘടനാ ഭേദഗതി നടപടിക്രമങ്ങൾ? ഏതൊക്കെ? ആർട്ടിക്കിൾ 368 ഭാഗം 20 ഓപ്ഷൻ സി 1951-ലാണ് ആദ്യമായിട്ട് ഭേദഗതി ചെയ്തത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ എ സ്വിറ്റ്സർലാൻഡ് ആണ്. ഏതാണ്? ഓപ്ഷൻ എ ഒന്നാം നിൽക്കുന്നത് സ്വിറ്റ്സർലാൻഡ് ആണെങ്കിൽ USA എത്രയാണ്? 21-ാം സ്ഥാനമാണ്. ഇന്ത്യ എത്രയാണ്? ഇന്ത്യ 134-ആണ് മക്കളെ. എത്രയാണ്? 134-ആണ്. നോർവേ ആണ് രണ്ടാമതായിട്ട് നിൽക്കുന്നത്. ക്ലിയർ ആണോ? ഇന്ത്യയുടെ സ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു രാജ്യത്തിന്റെ സമഗ്ര വികസനം സൂചിപ്പിക്കുന്ന അളവുകോലാണ് എന്ത്? മാനവ വികസന സൂചിക എന്നും കൂടി ഓർത്തു വെക്കുക. ദെൻ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ്? എത്ര ശതമാനമാണ്? 94%. എത്രയാണ് മക്കളെ? 94%. പുരുഷന്മാരാണെങ്കിൽ 96.11%. എത്രയാണ്? 96.11%. സ്ത്രീകൾ എത്രയായിരിക്കും? 92.07% സ്ത്രീകൾ. ക്ലിയർ ആണോ? കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ്? 94%. പുരുഷന്മാർ 96.1%, സ്ത്രീകൾ 92.07%. സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈവരിച്ചത് ഏതു രാജ്യത്ത് നിന്നാണ്? ഏത് രാജ്യമാണ്? സോവിയറ്റ് യൂണിയൻ. ഓപ്ഷൻ ഏതാണ് മക്കളെ? ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ ആണ്. ഏതാണ്? ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ ആണ്. രാഷ്ട്രീയ നീതി, പഞ്ചവത്സര പദ്ധതികൾ, മൗലിക കടമകൾ, സാമൂഹ്യ നീതി, സാമ്പത്തിക നീതിയൊക്കെ എവിടെ കടമെടുത്ത്? സോവിയറ്റ് യൂണിയൻ ആണ്. ബഖ്രാനങ്കൽ ഡാം ഏതു നദിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്? ഏതാണ് വരിക? ഓപ്ഷൻ ബി ആയ സത്ലജ് നദിയാണ് അല്ലെ. ഓപ്ഷൻ ബി ആയ അല്ലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധേദശ പദ്ധതിയാണ് എന്ത്? ബഖ്രാനങ്കൽ. ഓപ്ഷൻ ബി സത്ലജ് നദിയിലാണ് എന്നും കൂടി മനസ്സിലാക്കുക. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന എന്താണ്? ഗോദാവരിയാണ്. എന്താണ്? ഗോദാവരിയാണ്. ബ്രഹ്മ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? നർമ്മദയാണ്. പതനം അറബിക്കടലാണ്. ദെൻ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിക്കുന്ന നേതൃത്വം നൽകിയ വ്യക്തി ഏതാണ്? ഓപ്ഷൻ എ അല്ലെ ഹോമി ജഹാംഗീർ ഭാവയാണ്. ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആണോ? ദെൻ ഡോക്ടർ രാജാ രാമണ്ണ ആരാണ് മക്കളെ? രാജാ രാമണ്ണ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊഖ്രാനങ്കൽ ആണവ പരീക്ഷണത്തിന് സൂത്രധാരനായിരുന്നു. രാജാ രാമണ്ണയാണെങ്കിൽ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റുവാണ്. ദെൻ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വിക്രം സാരാഭായ് ആണ്. ക്ലിയർ ആണോ? ദെൻ അടുത്ത ചോദ്യം നോക്കിയേ.
ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്ന ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്തയാണോ, ന്യൂഡൽഹിയാണോ, ബാംഗ്ലൂർ ആണോ, ചെന്നൈ ആണോ? ഏതാണ് ആസ്ഥാനം? 1954 ഓഗസ്റ്റ് 5 വന്ന ഓപ്ഷൻ സി ന്യൂഡൽഹി ആയിരുന്നു ആസ്ഥാനം. ദെൻ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബ്ദുൽ കലാം ആണ് ഉദ്ഘാടനം ചെയ്ത്. ഇപ്പോഴത്തെ ആരാണ് ചെയർമാൻ വന്നത്? വി നാഗദാസ് ആണ്. ആരാണ് മക്കളെ? വി നാഗദാസ് ആണ് ഇപ്പോഴത്തെ ചെയർമാൻ. ദെൻ താഴെ പറയുന്നതിൽ ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി? നമുക്കെല്ലാം അറിയാം അല്ലെ, ആദ്യത്തെ റെയിൽവേ മന്ത്രി ജോൺ മത്തായി ആണ്. ആരാണ്? ജോൺ മത്തായി ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ ഷൺമുഖം ചെട്ടി ആദ്യത്തെ ധനകാര്യമന്ത്രിയായിരുന്നു. ആരാണ് മക്കളെ? ധനകാര്യമന്ത്രിയായിരുന്നു. ജവഹർലാൽ നെഹ്റു ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു അല്ലെ. ഇതൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കും. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നു എന്നും കൂടി ഓർത്തു വെക്കുക. ക്ലിയർ ആണോ? ലാൽ ബഹദൂർ ശാസ്ത്രി സെക്കൻഡ് ആണ് കേട്ടോ, രണ്ടാമത്തെ പ്രധാനമന്ത്രി തന്നെയാണ്. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ്? ഡിസംബർ 14 ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നും കൂടി മനസ്സിലാക്കിയ. ഡിസംബർ 11 പർവ്വത ദിനമാണ്. എന്താണ്? പർവ്വത ദിനം കൂടിയാണ്. അതും ആ ഡേറ്റും ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക കേട്ടോ. 2023 പർവ്വത ദിന പ്രമേയം ചോദിച്ചിട്ടുണ്ട്. പർവ്വത പരിസ്ഥിതി വ്യവസ്ഥകൾ പുനഃസ്ഥാപിക്കുക എന്നും കൂടി ഓർത്തു വെക്കുക. ദെൻ സംസ്ഥാന ലളിതകലാ അക്കാദമിയുടെ കാര്യം ഞാൻ പറയണം വിചാരിച്ചു, 62 അതിടയിൽ പെട്ടെന്ന് ഓർത്തപ്പോൾ പറഞ്ഞാണ് കേട്ടോ. ദെൻ താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. അതൊക്കെ എക്സാമിന് എന്തായാലും ചോദിക്കും. നവശേവയാണോ, കാൺലിയാണോ, ഹാൽഡിയ, വിശാഖപട്ടണം? ഏതാണ്? ഒന്നാമത്തെ നവശേവയുണ്ട്, കാൺലി ഉണ്ട് അല്ലേ. ഇത് രണ്ടും എന്തിനാണ്? പടിഞ്ഞാറൻ തുറമുഖമാണ്. ഏതൊക്കെയാ വരിക? കൊച്ചി വരും, മാംഗ്ലൂർ വരും, പടിഞ്ഞാറ്. കൊച്ചി, മാംഗ്ലൂർ, നവശേവ അല്ലെ, കാൺല, മർമഗോവ, ജവഹർലാൽ നെഹ്റു. മുംബൈ. ഇതൊക്കെ ഏതാ വരിക? പടിഞ്ഞാറാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ കിഴക്കനാണെങ്കിൽ ചെന്നൈ, കാമരാജൻ പോർട്ടിലെ വിശാഖപട്ടണം, പാരാദ്വീപ്, കൊൽക്കത്ത, പിന്നെ പോർട്ട് ബ്ലെയർ, ചിദംബരം, അതൊക്കെ ഏതിലാ വരിക? കിഴക്കൻ തീരമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ 15ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വത നിരകൾ ഏതൊക്കെയാ വരിക? കാരക്കോരം വരില്ലേ, സസ്കർ വരും. പിന്നെ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണല്ലേ, കാരക്കോരം, സസ്കർ, ലഡാക്ക്. ഇത് മൂന്നുമാണ് എന്ത്? ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത്. ദെൻ ഹിമാലയത്തിലാണെങ്കിൽ ഹിമാചൽ, ഹിമാദ്രി, സിവാലിക് ഏതിലാ വരിക? ഹിമാലയത്തിലാണ് വരിക. ദെൻ കിഴക്കൻ മലനിരകളിലാണ് പത്കായം, നാഗാകുന്നുകൾ, ഗാസിഗാരോ, ജയന്തിയ കുന്നുകളൊക്കെ ഏതിലാ വരിക? കിഴക്കൻ മലനിരകളിലാണ് വരിക. ദെൻ ഏതു നദിയുടെ പോഷക നദിയാണ്? കബനി. ഏത് നദിയാണ്? കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കബനി, പാമ്പാറ്, ഭവാനി. ഏതിന്റെ പോഷക നദിയാണ്? ഓപ്ഷൻ സി കാവേരിയാണ്. ഏതാണ്? ഓപ്ഷൻ സി കാവേരിയാണ്. ദെൻ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന കൃഷ്ണയാണ്. കൃഷ്ണയുടെ പോഷക നദി ഏതൊക്കെയാണ്? തുംഗഭദ്ര, തുംഗഭദ്ര, കൊയ്ന, ഭീമ, ഘാടപ്രഭ, മാലപ്രഭ ഒക്കെ ഏതിൻ്റെയാണ്? കൃഷ്ണയുടെയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നതാണ് ഏത്? മഹാനദിയാണ് അല്ലെ, ഷിയോനാഥ്, ഇബിട്ട് അല്ലെ, ഷിയോനാഥ് ഒക്കെ ഏതിൻ്റെയാണ്? മഹാനദിയുടെ പോഷക നദിയാണ്. ദെൻ ദക്ഷിണേന്ത്യയിൽ നീളം കൂടിയ നദിയാണ് ഏതാണ് മക്കളെ? ഗോദാവരിയാണ്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന ഏതാണ്? ഗോദാവരിയാണ്. ഇന്ദ്രാവതി, മഞ്ചീര, ശബരി, പെൺഗംഗ ഒക്കെ ഏതിന്റെ പോഷക നദിയാണ്? ഗോദാവരിയുടെ പോഷക നദിയാണ്. 2024 20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ കണ്ടെത്തുക. ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു? ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ആയിരുന്നു. ആരൊക്കെയാണ്? ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും. ഓപ്ഷൻ ഏതാ വരിക? 1ഉം 3ഉമാണ്. ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യ 7 റൺസിന് വിജയിച്ചു എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. സെമി ഫൈനൽ ആരൊക്കെയായിരുന്നു? ഇന്ത്യയും ഇംഗ്ലണ്ടും അഫ്ഗാനിസ്ഥാനും സൗത്ത് ആഫ്രിക്കയും കൂടിയായിരുന്നു കേട്ടോ. അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു? ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക.
വെക്കുക. ദെൻ 18ാമത്തെ ചോദ്യം നോക്കാം മക്കളെ. 2023 വയലാർ അവാർഡ് നേടിയ വ്യക്തി ഏതാണ്? ശ്രീകുമാരൻ തമ്പിയാണ് അല്ലെ. 47ാമത് വയലാർ അവാർഡ് ആയിരുന്നു. കൃതി ഏതാണ്? ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിയാണ്. ക്ലിയർ ആണോ? ദെൻ എസ്കെ വസന്ത 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടി അല്ലെ. വത്സല 2023 നവംബർ 23-ാം തീയതി അന്തരിച്ചു. അതും കൂടെ ഓർത്തു വെക്കുക. ദെൻ 18ാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു? 18ാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ഓപ്ഷൻ സി രാഹുൽ ഗാന്ധിയാണ് അല്ലെ. രാഹുൽ ഗാന്ധിയാണ് എന്നും കൂടി ഓർത്തു വെക്കുക. സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്. സെക്രട്ടറി ഉത്പൽ കുമാർ സിംഗ് ആണ്. 2024 ഏപ്രിൽ 19 മുതൽ 1 വരെയാണ് 7 ഘട്ടങ്ങളിലായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. 2024 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രസീലാണ് മക്കളെ. ഏതാണ്? ബ്രസീലാണ്. ഓക്കെ, അടുത്ത ചോദ്യം. 2024 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? G20 എപ്പോഴാണ് നിലവിൽ വന്ന്? 1999 വേദിയാകുന്ന രാജ്യം ബ്രസീലാണ്. 2023 ഏതായിരുന്നു? ഇന്ത്യയായിരുന്നു. ന്യൂഡൽഹിയിലായിരുന്നു കേട്ടോ. എപ്പോഴാണ്? ഇന്ത്യയായിരുന്നു. ന്യൂഡൽഹിയിലാണ്. എപ്പോഴാണ് G20 വന്ന്? 1999 എന്നും കൂടി മനസ്സിലാക്കുക. താഴെ പറയുന്ന ഏതൊക്കെ മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിന്റെ ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്? ഏതൊക്കെയാണ്? ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെ അന്തിമ സേവനങ്ങളുടെയും സാധനങ്ങളുടെയും പണമൂല്യത്തിനെ ആക്കിയ തുകയാണ് നമുക്കറിയാം ദേശീയ വരുമാനം. ഏതാണ്? ഓപ്ഷൻ സി കാർഷിക മേഖല, വ്യവസായിക മേഖല, സേവന മേഖലയാണ്. ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി മാത്രമാണ് ശരിയായ ആൻസർ. ഏതാണ്? കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖലയാണ്. ദെൻ 22ാമത്തെ ചോദ്യം എന്താണ് നമുക്ക് നോക്കാം. കഥകളിയിലെ പ്രധാന വേഷങ്ങളിൽ നിന്നും ഏതൊക്കെയാണ് കണ്ടെത്തുക? കത്തി, കരി, താടി. ഏതാണ് ആൻസർ ആയിട്ട് വരിക? കത്തി, കരുതാടി ശരിയാണ്. പച്ചാമിനുക്ക് അതും ശരിയാണ്. ഓപ്ഷൻ സി ആണ് അല്ലെ. ബാക്കി എല്ലാവരിലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് കൊണ്ടാണ് 1ഉം 3ഉം മാത്രമാണ്. പച്ച എന്താണ്? സാത്വിക സ്വഭാവമുള്ള കഥാപാത്രത്തെ സൂചിപ്പിക്കുന്നു അല്ലെ. കത്തിയാണെങ്കിൽ ദുഷ്ട കഥാപാത്രം. കരി രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രം. മിനുക്ക് സ്ത്രീകൾ, മുനിമാർ അവരെ സൂചിപ്പിക്കും. താടി വെളുത്ത താടി, ചുവന്ന താടി, കറുത്ത താടി എന്ന രീതിയിലുണ്ട്. ഇത്രയും കാര്യങ്ങൾ കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദെൻ അടുത്ത ചോദ്യം. കളിക്കാരുടെ എണ്ണം 11 നിശ്ചയിച്ചിട്ടുള്ളത് താഴെ പറയുന്ന ഏതൊക്കെ കളികളിലാണ്? ക്രിക്കറ്റ്, ഹോക്കി, ദെൻ ഫുട്ബോൾ അല്ലെ. ഏതാണ്? ഓപ്ഷൻ അവിടെ ബി ആണ്. 1ഉം 3ഉം മാത്രമാണ് വരിക അല്ലെ. ക്രിക്കറ്റ് 11, ഫുട്ബോൾ 11, ഹോക്കി 11, വോളിബോൾ എത്രയാണ്? വോളിബോൾ 6 മക്കളെ. എത്രയാണ്? വോളിബോൾ 6. ക്ലിയർ ആണോ? താഴെ പറയുന്നവയിൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. രാത്രിമഴ. രാത്രിമഴ ആരുടെയാണ്? സുഗതകുമാരിയാണ്. ആരാണ് മക്കളെ? സുഗതകുമാരിയുടെയാണ് രാത്രിമഴ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അല്ലെ. പ്രധാന കൃതികൾ സാഹിത്യ മഞ്ജരി, മഗ്ദലന മറിയം, അച്ഛനും മകളും, ശിഷ്യനും മകളും ഒക്കെ ആരുടെയാണ്? വള്ളത്തോളുടെയാണ്. താഴെ പറയുന്നവയിൽ അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തതാരാണ്? ഹിലാരി ക്ലിന്റൺ വഹിച്ചിട്ടുണ്ട്. ബരാക് ഒബാമ ഉണ്ട്. ട്രംപ് ഉണ്ട്. പക്ഷേ ഏതാ വരിക? ഓപ്ഷൻ സി ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് വരിക. 3 മാത്രമാണ്. ഹിലാരി ക്ലിന്റൺ ആണ്. ഏതാണ് മക്കളെ? ഓപ്ഷൻ സി ഹിലാരി ക്ലിന്റൺ. ബരാക് ഒബാമ എപ്പോഴാണ്? 44ാം പ്രസിഡന്റ് ആയിരുന്നു അല്ലെ. പിന്നെ ജോൺ ബൈഡൻ നിലവിലെ പ്രസിഡന്റ് ആണ്. ജോ ബൈഡൻ എന്നും കൂടി ഓർത്തു വെക്കുക. ദെൻ അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തെ
മന്ദിരത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിന്റെ മൂല്യം എത്രയാണ്? ഏതാണ്? ഓപ്ഷൻ എ 75 രൂപ. എത്രയാണ്? ഓപ്ഷൻ എ 75 രൂപ. ഉദ്ഘാടനം എപ്പോഴാണ്? 2023 മെയ് 28-നാണ്. 2023 മെയ് മാസം 28-നാണ് എന്നും കൂടി ഓർത്തു വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് അതിൻ്റെ ആകൃതി? ത്രികോണാകൃതിയാണ് അല്ലേ? വിസ്തീർണം 65,000 ചതുരശ്ര മീറ്ററാണ്. 4 നിലകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരത്തിൽ ഇനി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഏതാണ് മക്കളെ? ഓപ്ഷൻ സി അല്ലെ, സംവിധാൻ സഭയാണ്. ഏതാണ്? ഓപ്ഷൻ സി സംവിധാൻ സഭയാണ്. ഇന്ത്യയിലെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി ഏത് പേരിലാണ്? പുതിയ പാർലമെന്റ് സംവിധാൻ സഭയാണ്. ഹൗസ് ഓഫ് ഇന്ത്യ, ഭാരത് കാ സൻസദ് അല്ലെ. നിർമ്മാണ സമിതി ഏതായിരുന്നു? സെൻട്രൽ പ്രോജക്റ്റ് ആണ്. തറക്കല്ലിട്ടത് 2020 ഡിസംബർ 10-നാണ് കേട്ടോ. 2020 ഡിസംബർ 10-നാണ്. അതിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ലാണ് ഏതാണ്? വനിതാ ബില്ലാണ്. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലായിരുന്നു അതിൽ അവതരിപ്പിച്ചത്. അത് രാഷ്ട്രപതി ലോകസഭ അംഗീകരിച്ച് 2023 സെപ്റ്റംബർ 20-നായിരുന്നു. രാജ്യസഭ 21-നാണ്. രാഷ്ട്രപതി 28-നായിരുന്നു കേട്ടോ. ബെഞ്ചമിൻ നെതന്യാഹു ഏതു രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ബി ഇസ്രായേലിലെ പ്രധാനമന്ത്രിയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു കേട്ടോ. ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലാണ്. റഷ്യയിലായിരുന്നു മിഖായിലായിരുന്നു അല്ലെ. റഷ്യയില് മിഖായിലാണ്. പാകിസ്ഥാനില് ഷെഹ്ബാസ് ഷെരീഫാണ്. അതും കൂടെ ഓർത്തു വെക്കുക കേട്ടോ. താഴെ പറയുന്ന ആരുടെ ജന്മദിനമാണ് ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്? ഇതാണ് ഓപ്ഷൻ സി ആണ്. ആൻ ഫ്രാങ്ക് ആണ്. ഹിറ്റ്ലറുടെ ക്രൂരതകൾ അല്ലെ. ഹിറ്റ്ലറുടെ ക്രൂരതകളൊക്കെ ഡയറിയിൽ എഴുതിയ ജൂത പെൺകുട്ടിയാണ് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ. പ്രധാന കൃതിയാണ്. ആൻസർ ഏതാണ്? ആൻ ഫ്രാങ്ക് ആണ് കേട്ടോ. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ് ഏതാണ്? രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരമാണ്. 2024 ദേശീയ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരാണ്. അവാർഡ് ദാനം ദേശീയ ബഹിരാകാശ ദിനത്തിലാണ് എന്നും കൂടി ഓർത്തു വെക്കുക. താഴെ പറയുന്നവയിൽ ആസിഡിന്റെ പൊതു സ്വഭാവങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഏതൊക്കെയാണ്? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. ശരിയാണ്. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കോ? അതില്ല. pH മൂല്യം 7-ൽ കൂടുതലാണ് എന്ന് പറയുന്നു. അല്ല, pH മൂല്യം 7-ൽ കുറവാണ്. ഏതാണ്? ഓപ്ഷൻ 1ഉം 4ഉം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലേ. ചുവപ്പിനെ നീലയാക്കുന്ന എന്താണ്? ചുവപ്പിനെ ലിറ്റ്മസ് നീലയാക്കുന്ന ആൽക്കലിയാണ്. 7-ൽ കൂടുതലുള്ളത് ആൽക്കലിയുടെ സ്വഭാവമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. pH മൂല്യം 7 എത്രയാണ്? ശുദ്ധ ജലമാണ് അല്ലേ. 2 സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണിൽ വച്ചാൽ അവക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയാണ് എന്നാണ് ചോദ്യം. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ 5 ആണ് അല്ലെ. പ്രകാശത്തെ ക്രമമായി പ്രതിഫലിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ എന്നും കൂടി ഓർത്തു വെക്കുക. എത്രയാണ് ആൻസർ? 5 ആണ് എന്നും കൂടി. എണ്ണമാണ് ചോദിച്ചത്. എണ്ണം എങ്ങനെയാ കാണാ? നമ്പർ എങ്ങനെയാ? 60 ഡിഗ്രി എന്ന് പറയുന്നത് തീറ്റയാണ്. അപ്പോൾ 360/θ -1 എന്ന് പറയും. 360 6 -1 ആൻസർ 5. ഓക്കെ. താഴെ പറയുന്നവയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏതാണ്? ഏതാണ് മക്കളെ ആൻസർ വരിക? ഓപ്ഷൻ ബി ആസാമാണ് സൂര്യോദയം ആദ്യമായി ദൃശ്യമാകുന്ന സംസ്ഥാനം. ഈ 60 ഡിഗ്രി എന്ന് പറഞ്ഞ തീറ്റയാണ് കേട്ടോ. ഇത് തീറ്റയായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 360/θ -1. 360 വെട്ടിപ്പോകുമ്പോൾ എത്ര വരും? 6 വരും അല്ലേ. 6 ആണ്. ഇത് -1 ആൻസർ 1 5 കേട്ടോ.
ദെൻ ദോലന ചലനത്തിൽ പെടാത്തത് ഏതെല്ലാമാണ്? ആട്ടുകട്ടിലിന്റെ ചലനം ദോലനത്തിൽ പെടുമോ? അതവിടെ പെടും അല്ലെ. ദെൻ ഫാനിന്റെ ദളങ്ങളുടെ ചലനം അതെങ്ങനെയാണ്? അത് പെടില്ലല്ലോ. ദെൻ ക്ലോക്കിന്റെ പെൻഡുലം അത് പെടും. ദെൻ സൈക്കിളിന്റെ ചക്രം അതൊക്കെ വർത്തുളമല്ലേ, അതും പെടില്ല. ഓപ്ഷൻ 1 ഉം 3 ഉം മാത്രമാണ് വരിക. ഓപ്ഷൻ എ ആണ് വരിക. ഏതാണ് മക്കളെ? സീസോ ഒക്കെ ഏതിൽ വരും? ദോലനത്തിൽ പെടും. പിന്നെ ക്ലോക്കിന്റെ ആ പെൻഡുലത്തിന്റെ ചലനമൊക്കെ ഏതിലാണ്? ദോലനത്തിലാണ്. ഫാനും ദെൻ സൈക്കിളും അതിൽ പെടില്ല, അത് വർത്തുളമായിട്ടാണ് വരുന്നത്. ദെൻ ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ് അല്ലെ. എന്താണ്? ഹെൻറി കാവൻഡിഷ് ആണ് ആൻസർ ആയിട്ട് വരിക. ജോസഫ് പ്രിസ്ലി എന്താണ്? ഓക്സിജൻ കണ്ടെത്തിയ വ്യക്തിയാണ് ജോസഫ് പ്രിസ്ലി ആയിട്ട് വരിക. ദെൻ റൂദർഫോർഡ് പ്രോട്ടോണിന്റെ കണ്ടുപിടുത്തം ആറ്റിന്റെ ഘടന റേഡിയോ ആക്ടിവിറ്റി അളക്കാനുള്ള ഏകകം കണ്ടെത്തിയ വ്യക്തിയാണ് റൂദർഫോർഡ്. ജെയിംസ് ഷാഡ്വിക് ആണെങ്കിൽ ന്യൂട്രോൺ കണിക കണ്ടെത്തിയ വ്യക്തിയാണ് ജെയിംസ് ഷാഡ്വിക്. ദെൻ ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ ആൾ ആരാണ്? യൂറി ഗഗാറിൻ ആണോ? സുനിത വില്യംസ് ആണോ? കൽപ്പന ചൗളയാണോ? യൂജിൻ സെർനാസിൽ ആണോ? ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ് അല്ലെ. 1972 ഡിസംബർ 19 യൂജിൻ സെർനാൽ ആണ് ചന്ദ്രനിൽ കാലുകുത്തിയത്. സുനിത വില്യംസ് എന്താണ് മക്കളെ? ബഹിരാകാശ യാത്ര നടത്തിയ രണ്ടാമത്തെ ഇന്ത്യൻ വനിതയാണ് സുനിത വില്യംസ്. യൂറി ഗഗാറിൻ ആദ്യമായി ബഹിരാകാശത്തെ എത്തിയ മനുഷ്യനാണ് ആര്? യൂറി ഗഗാറിൻ. കൽപ്പന ചൗളയാണെങ്കിലോ ബഹിരാകാശ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ വനിതയാണ് കൽപ്പന ചൗള. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയത് നീൽ ആംസ്ട്രോങ് ആണ് അല്ലെ. അതുപോലെ ഈ യൂറി ഗഗാറിനാണ് എന്ത്? ഭൂമിയെ ഭ്രമണം ചെയ്ത ആദ്യ മനുഷ്യൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ആരാണ്? യൂറി ഗഗാറിനാണ്. ലോക ജലദിനം എന്നാണ് മാർച്ച് 22-ാം തീയതിയാണ് ലോക ജലദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത്. ജലദോഷം ഉണ്ടാകുന്ന രോഗകാരി ഏതാണ്? വൈറസ് ആണോ? ഫംഗസ് ആണോ? ബാക്ടീരിയ ആണോ? അമീബിയാണോ? ഏതാണ്? വൈറസ് ആണ്. ഏതാണ് മക്കളെ? വൈറസ് ആണ് എന്നും കൂടി ജലദോഷം അല്ലെ ഉണ്ടാകുന്ന രോഗകാരി ഏതാണ്? വൈറസ് ആണ്. 5-ാം പനി, മുണ്ടിനീര്, എയ്ഡ്സ്, പോളിയോ ഒക്കെ എന്താണ്? വൈറസ് രോഗമാണ് അല്ലെ. അതെ ത്വക്കിനെ ബാധിക്കുന്ന അതാണ് ഏത്? ഫംഗസ്. അത് വട്ടച്ചൊറിയൊക്കെ അതിൽ പെടും. ദെൻ കോളറ, ന്യൂമോണിയ, ക്ഷയം, എലിപ്പനി ഒക്കെ ഏതിൽ പെടും? ബാക്ടീരിയ എന്ന രോഗത്തിൽ പെടും. ഏത് ഇനം കൊതുകുകളാണ് ഡെങ്കിപ്പനി രോഗം പരത്തുന്നത്? എയ്ഡ്സ് ആണോ? അനോഫിലസ് ആണോ? ക്യൂലെക്സ് ആണോ? സാൻഡ്ലൈഫ് ഇതാണോ? ഏതാണ് ആൻസർ വരിക? ഏതാ വരിക? ഏഡിസ് കൊതുകുകളാണ്. ഏതാണ്? എയ്ഡ്സ് വായിച്ചു സോറി. ഏതാണ്? ഓപ്ഷൻ ഏഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്യൂലെക്സ് ആണെങ്കിൽ മന്ത്, അനോഫിലസ് ആണെങ്കിൽ മലമ്പനി മൂലം മരിച്ച ഒരു വ്യക്തിയാണ് ഇത് അലക്സാണ്ടർ ചക്രവർത്തി അല്ലെ. ദെൻ എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? HIV വൈറസ് ആണ്. 1981 ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത്. HIV വൈറസിന് ആദ്യമായി കണ്ടെത്തിയ ലൂക്ക് മൊണ്ടൈനർ ആണ്. എയ്ഡ്സിന്റെ ചിഹ്നമാണ് റെഡ് റിബൺ. ദെൻ വെസ്റ്റേൺ ബ്ലോട്ട്, നേവ, എലീസ ടെസ്റ്റ്, സ്ലിം ഒക്കെ അറിയപ്പെടുന്ന ഏതാണ്? എയ്ഡ്സുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് ആണ്, സ്ഥിരീകരിക്കുന്ന ടെസ്റ്റ് ആണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ആണ്. നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത് ചെന്നൈയിലാണ്. കേരളത്തിലാണെങ്കിൽ പത്തനംതിട്ടയിലാണ്. എപ്പോഴാണ് മക്കളെ? പത്തനംതിട്ടയിലാണ്. 41-ാമത്തെ ചോദ്യം, നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണ്? അതായത് നോർമൽ ആയിട്ടുള്ള രക്തസമ്മർദ്ദ നിരക്കാണ് ചോദിക്കുന്നത്. ഏതാണ് മക്കളെ? ഓപ്ഷൻ സി ആണ്. 120/80 ആണ് അല്ലെ. നോർമൽ ആയിട്ടുള്ള 120/80 ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. രക്തസമ്മർദ്ദം കൂടിക്കഴിഞ്ഞാൽ എന്ത് വരും? സ്ട്രോക്ക് വരില്ല. പക്ഷാഘാതം അല്ലെങ്കിൽ ഹൃദയാഘാതം ഒക്കെ രക്തസമ്മർദ്ദവുമായി ബന്ധപ്പെട്ടതാണ്. അത് വളരെ മാരകമായിട്ട് നമുക്ക് വരുന്ന 2 രോഗങ്ങളാണ് ഇത്. നമ്മുടെ ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ രക്തസമ്മർദ്ദം വരിക. അതിലൂടെയാണ് നമുക്ക് സ്ട്രോക്ക് വരിക അല്ലെ. തലച്ചോറ് ബ്ലഡ് പൊട്ടുക അല്ലെങ്കിൽ കട്ട പിടിക്കൊക്കെ ചെയ്താൽ വരിക. ബ്ലഡ് നമ്മുടെ നരമ്പുകൾ കട്ട പിടിക്കുക അല്ലെങ്കിൽ പൊട്ടുകയൊക്കെ ചെയ്ത ഈ സ്ട്രോക്കുമായി ബന്ധപ്പെട്ടതാണ്.
ദെൻ അടുത്തിലെ മനുഷ്യരിലെ അസ്ഥി വ്യവസ്ഥയിൽ എത്ര അസ്ഥികളുണ്ട്? 206 എത്രയാണ്? ഓപ്ഷൻ ബി 206 എത്രയാണ് മക്കളെ? ഓപ്ഷൻ ബി 206 ശരീരത്തിലെ ഏറ്റവും ദൃഢതയേറിയ അസ്ഥിയാണ് അല്ലെ, ബലമുള്ള അസ്ഥി ഏതാണ്? കീഴ്ത്താടിയല്. നവജാത ശിശുക്കളിൽ എത്രയുണ്ട്? 300 ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? തുടയൽ അല്ലെ, ഫീമർ. ഏറ്റവും ചെറുതാണെങ്കിൽ നമ്മുടെ ചെവിയിലെ അസ്ഥിയാണ്, സ്റ്റേപ്പിസ് ആണ്. ടോട്ടൽ 206. അതിൽ അക്ഷാസ്ഥി എത്രയാണ്? 80. അനുബന്ധാസ്ഥി 126 എന്നും കൂടി മനസ്സിലാക്കുക. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണെങ്കിൽ ഓക്സിജൻ ആണ്. ആരോഗ്യമുള്ള അസ്ഥികൾ ഏറ്റവും ആരോഗ്യത്തിന് ആവശ്യമായ ലോഹം ചോദിക്കുകയാണെങ്കിൽ അത് കാൽഷ്യമാണ്. മൂലകമാണെങ്കിൽ എന്താണ്? അത് ഓക്സിജൻ ആണ്. ദെൻ പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകമേതാണ്? ഓപ്ഷൻ ഡി ഇനാമിലാണ് അല്ലെ. ഏതാണ്? ഓപ്ഷൻ ഡി ഇനാമിലാണ്. പൾപ്പ് എന്താണ്? പൾപ്പ് ക്യാവിറ്റിയിൽ കാണപ്പെടുന്ന മൃദുവായ ഒരു യോജക കലയാണ് ഏത്? പൾപ്പ്. പല്ല് നിർമ്മിച്ചിരിക്കുന്നത് എന്താണ്? ജീവനുള്ള കലയാണ് എന്ത്? ഡെന്റൈൻ ആണ്. മനുഷ്യരുടെ ഏറ്റവും കടുപ്പമുള്ള ഭാഗമാണ് ഇത്? പല്ലിൻ്റെ ഇനാമിൽ. ഇനാമിലിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം ചോദിക്കുകയാണെങ്കിൽ അത് ഫ്ലൂറിൻ ആണ്. ഏതാണ്? ഫ്ലൂറിൻ ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ അടുത്ത ചോദ്യം നോക്കിയ മക്കളെ, ആഹാര ശൃംഖലയിൽ ഒന്നാമത്തെ കണ്ണിയാവാൻ സാധ്യതയുള്ളത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി അല്ലെ, പുല്ലാണ് അല്ലെ. ഉൽപാദകർ അല്ലെങ്കിൽ ഹരിത സസ്യങ്ങൾ എന്നറിയപ്പെടുന്ന പുല്ലാണ്. മാൻ എന്താണ്? സസ്യങ്ങളിൽ നിന്നും നേരിട്ട് പോഷണം സ്വീകരിക്കുന്ന സസ്യാഹാരികളാണ് അല്ലെ. പ്രാഥമിക ഉപഭോക്താക്കളാണ്. എന്താണ്? ആഹാരത്തിനായിട്ട് മറ്റു ജീവികളെ ആശ്രയിക്കുന്ന ജീവികളാണ് എന്ത്? ഉപഭോക്താക്കൾ അല്ലെ. അടുത്ത ചോദ്യം, ചന്ദ്രശങ്കര ഏതു കാർഷിക വിളയുടെ സങ്കര ഇനമാണ്? ഏതാണ് മക്കളെ? തെങ്ങാണ്. ഏതാണ്? തെങ്ങാണ്. പയറിനൊക്കെ എന്താണ്? ലോല എപ്പോഴും ചോദിക്കുന്നേ. മാലിക ഒക്കെ എന്താണ്? പയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹസ്വ, അന്നപൂർണ, പവിത്ര, സ്വർണപ്രഭ, ജ്യോതി, ജയ, ഉമ ഒക്കെ ഏതാണ്? നെല്ലുമായി ബന്ധപ്പെട്ടതാണ്. അർക്ക, അഭയ്, അരുണ അല്ലെ, കിരൺ, അനാമിക അല്ല, അരുണ പറയില്ല അല്ലെ. അർക്ക, അഭയ്, കിരൺ, അനാമിക, സൽകീർത്തിയൊക്കെ ഏതാണ്? വെണ്ടയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ 45 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ ഫാക്ട്സ് ആണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി പാർട്ട് 2 ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരുന്നുണ്ട്. നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മക്കളൊന്ന് കമൻസ് ആയിട്ട് ഇടുക. സ്പീഡ് കൂടുകയാണെങ്കിലോ നമ്മൾ പറയുന്ന വാക്കുകൾ കിട്ടാതെ എന്നുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ഇടുക. നമ്മളത് അപ്ഡേറ്റ് ചെയ്ത് വരുന്നതാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഷെയർ ചെയ്യുക. പിന്നെ അതിന് ഒരു കാര്യം കൂടി പറയുകയാണ്, നിങ്ങൾക്ക് ലൈവായിട്ടാണ് ക്ലാസ്സുകൾ വേണ്ടത്, ഒന്ന് കമൻ്റ് ആയിട്ട് ഇടണേ കേട്ടോ. അപ്പോൾ നമ്മൾ ലൈവായിട്ട് ക്ലാസ്സുകൾ തരാം. റെക്കോർഡ് വേണ്ട, ലൈവായിട്ടൊരു കോൺവെർസേഷൻ വെച്ചിട്ട് ക്ലാസ്സുകൾ വേണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പറയുക. അതും കൂടെ നമ്മൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.